അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഓരോ ആളുകളും ഓരോ സമയങ്ങളിലായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷ റിസൾട്ട് പ്രഖ്യാപിക്കുകയും വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പല മദ്രസകളിലും വീടുകളിലുമൊക്കെ സമ്മാനിക്കാൻ ബോർഡിന് കഴിഞ്ഞിട്ടുള്ളത്. ബോർഡിൻ്റെ ഏറ്റവും അടുത്ത ഒരു പ്രവർത്തനം എന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എല്ലാ മദ്രസകളും ജൂൺ 1-ാം തീയതി ആരംഭിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അന്നേ ദിവസം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകവും സന്തോഷവുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമെന്നുള്ള നിലക്ക് അക്ഷരപ്പൂന്തോപ്പിൽ കൈകോർത്തു നീങ്ങാം എന്ന ഒരു തീമിലാണ് നമ്മുടെ പ്രവേശന ഉദ്ഘാടന പരിപാടികൾ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവേശന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗാനം എല്ലാ വർഷവും നമ്മൾ പുറത്തിറക്കാറുണ്ട്. ഈ വർഷവും അത് ഇൻഷാ അല്ലാ തയ്യാറായിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം നിങ്ങളെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ്ങിലേക്കാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്. ലോഞ്ചിങ്ങിന് വേണ്ടി നമ്മോടൊപ്പം ചേരുന്നത് വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ നിഷാദ് സലഫി അവറുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ആ ഗാനം രചിച്ചിട്ടുള്ള സുഹൃത്ത് ഷെരീഫ് കാരയും അതുപോലെ തന്നെ ഗാനം ആലപിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസയിലെ വിദ്യാർത്ഥി ഹാരിസ് ബിൻ ജമാലും നമ്മോടൊപ്പമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ആ ഗാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വാചകം നമ്മളോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഷെരീഫ് കാര നമ്മോടൊപ്പം. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നേരത്തെ അമ്മജി പറഞ്ഞ പോലെ നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കാൻ വരുന്ന ഈ ഒരു വിദ്യാലയം എന്ന് പറയുന്നത് അവർക്ക് അങ്ങോട്ട് ഇനി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസമാണല്ലോ. നമ്മൾ ഇസ്ലാമികമായ വിദ്യാഭ്യാസം, അവരുടെ ധാർമ്മികമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അറിവ് തേടി നമ്മുടെ വിദ്യാലയങ്ങളിൽ എത്തുന്ന നമ്മുടെ കുട്ടികൾക്ക് സ്വാഭാവികമായും നമ്മുടെ ഒരു പഠന സംവിധാനങ്ങളോടൊക്കെ ഒരു ഇഷ്ടവും ഒരു താല്പര്യവും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു അൽഫലാഹ് എന്ന പേരിൽ നമ്മൾ നടത്തി വരുന്ന നമ്മുടെ ഈ പ്രവേശന ഉദ്ഘാടനങ്ങൾക്ക് വളരെ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് ഒരു നന്മയെക്കുറിച്ച്, അവർ പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വരിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വരിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അവർ കടന്നു വരുന്ന ഈ ഒരു വിദ്യാലയത്തിൽ അവർക്ക് ലഭിക്കുന്നത് അറിവിൻ്റെ മധുരമാണ്. ആ മധുരം അത് തൗഹീദിൻ്റെ, ഷഹാദത്ത് കലിമയുടെ, വിശുദ്ധ ഖുർആനിൻ്റെ ഒക്കെ മധുരമാണ് അവർക്കിവിടെ അനുഭവിക്കാനുള്ളത്. അതോടൊപ്പം നമുക്ക് ഈ ഒരു മാർഗം കാണിച്ചു തന്ന് കഴിഞ്ഞു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ മുൻപുള്ള പ്രവാചകന്മാർ മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച ആളുകളടക്കമുള്ള ഒരു പൂർവികരായിട്ടുള്ള ആളുകളുടെ ചരിത്രവും ആ ചരിത്രപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പുതിയ ചില ചരിത്രങ്ങൾ രചിക്കാനാവണം എന്ന ഒരു ആശയമാണ് ഈ ഒരു ഗാനത്തിൽ ആകത്തുക നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് മനോഹരമായി ഹാരിസിൻ്റെ ശബ്ദത്തിൽ നമുക്ക് പാടി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ, എനിക്ക് തോന്നുന്നത് അവരെഴുന്നേറ്റ് നിന്ന് ഒന്നിച്ച് പാടുന്ന ഒരവസ്ഥ ആ പാട്ടിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ജൂൺ 1-ാം തീയതി മദ്രസകളിൽ ഈ ഒരു പ്രവേശനോദ്ഘാടന പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും ഒരുമിച്ച് നിന്ന് വളരെ മനോഹരമായി ആ ഗാനം ആലപിക്കുന്ന ഒരു സന്തോഷകരമായ കാഴ്ച നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ തന്നെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാരിസ് ബിൻ ജമാലാണ് നമ്മുടെ ആ ഗാനം ആലപിച്ചിട്ടുള്ളത്. അതിലെ ഒരു 2 വരി നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാ ലോഞ്ചിങ് പൂർത്തിയാക്കാം. അറിവിൻ വാടിയിലെത്താം, അക്ഷരമധുരം നുകരാം. അറിവിൻ വാടിയിലെത്താം, അക്ഷരമധുരം നുകരാം. അഹദാം റബ്ബിൻ പേര് മൊഴിഞ്ഞ് അറിവിൻ ബാബ് തുറക്കാം, അറിവിൻ ബാബ് തുറക്കാം. പാട്ട് എഴുതിയ ഷെരീഫ് കാരയെയും ആലപിച്ച ഹാരിസിനെയും ഒക്കെ പ്രത്യേകം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. അത്തരം നന്മകളിൽ തുടർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിലേക്ക് ബഹുമാന്യനായ നിഷാദ് സലഫി പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് അദ്ദേഹം അതിൻ്റെ ലോഞ്ചിങ് നിർവഹിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റു രക്ഷിതാക്കളെ, നമ്മൾ കേരളീയ
സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ വ്യവസ്ഥാപിതമായി ഒരു ഏറ്റവും നല്ല രൂപത്തിൽ ഇവിടെ ഇതര ഗവൺമെൻറ് ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ നടത്തുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കിടപിടിക്കുന്ന തരത്തിൽ നിലനിന്നു പോകുന്ന ഒരു സംവിധാനമാണ്. നമുക്കറിയാം, ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പഴയകാല ഇസ്ലാഹി പണ്ഡിതന്മാരുടെ, പൂർവ്വകാല സലഫി നേതാക്കന്മാരുടെ വളരെ വലിയ ത്യാഗവും സഹനവും നിറഞ്ഞ ഒരു ചരിത്രത്തിൽ നിന്ന്, അധ്വാനത്തിൽ നിന്ന് മുളച്ച് വളർന്നുണ്ടായി എന്നതാണ് ഇവിടുത്തെ മദ്രസ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ന് വിവിധ മതസംഘടനകൾക്കായി 10,000-കണക്കിന് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദ്രസ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. 10,000-കണക്കിന് അധ്യാപകർ പ്രവർത്തിക്കുന്നുണ്ട്. ഘട്ടം ഘട്ടമായാണ് ഇതിങ്ങനെ വളർന്നു വന്നത്. ഇതിൻ്റെ ഒരു ആദ്യകാലം ഒരു പക്ഷേ ഒരു പള്ളിയിൽ ഒരുമിച്ചിരുന്ന് എഴുതിയും വായിച്ചും പഠിക്കുന്ന ഒരു രൂപത്തിൽ നിന്ന് ഇങ്ങനെ വളർന്ന് ഇപ്പോൾ ഓൺലൈൻ മദ്രസ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു തലത്തിലേക്ക് വളർന്നു വന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസികമായ അവസ്ഥകളെ പരിഗണിച്ച്, അവരുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സാഹചര്യങ്ങളെ പരിഗണിച്ചുള്ള നല്ല പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതും കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, മദ്രസകളിലേക്ക് ആകർഷിക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതും. ഇസ്ലാം എഡ്യൂക്കേഷൻ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെ അൽഹംദുലില്ലാ വളരെ നന്നായി ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമുക്ക് നല്ല ഒരു സിലബസ് ഉണ്ട്, മികച്ച നിലവാരം പുലർത്തുന്ന ടെക്സ്റ്റ് പുസ്തകങ്ങളുണ്ട്, അധ്യാപകരുണ്ട്. അധ്യാപകർക്ക് കൃത്യമായ ഇടവേളകളിൽ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. മൂല്യനിർണ്ണയങ്ങൾ അതിൻ്റെ സമയങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു നല്ല ചിട്ടവട്ടങ്ങളോട് കൂടിയ അടുക്കും ചിട്ടയുമുള്ള ഒരു നല്ല മദ്രസ സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കാൻ എന്തായിരുന്നാലും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് ഇനി നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആയിരക്കണക്കിന് കുട്ടികൾ മദ്രസകളിൽ പ്രവേശനം നേടി പുതിയതായി മദ്രസകളിലേക്ക് വരാനിരിക്കുമ്പോൾ അവരെ ഏറ്റവും നിറഞ്ഞ സന്തോഷത്തോടെ, അവർക്ക് മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയോടുകൂടി അവരെ സ്വാഗതം ചെയ്യുക, അവർക്ക് ആകർഷണീയമായി മതവിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുക എന്നതൊക്കെയാണ് നമ്മൾ ഈ പ്രവേശനോത്സവവും അൽ ഫലാഹ് പ്രോഗ്രാമും ഈ പ്രവേശന ഗാനവും കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ആ ഒരു നിലക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും മാതാപിതാക്കൾക്കും സമൂഹത്തിനും നാടിനുമൊക്കെ ഗുണം ചെയ്യുന്ന ധാർമ്മിക ചിന്തയുള്ള മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല മക്കളായി വളർന്നു വരാൻ അള്ളാഹുവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ലോഞ്ചിങ് ബിസ്മില്ലാ അത് നിർവഹിക്കുകയാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഈ പ്രവേശന ഗാനം സമർപ്പിക്കുന്നു. ബിസ്മില്ലാ. നന്മ പഠിക്കാം, നല്ലവരാകാം. നന്മ പഠിക്കാം, നല്ലവരാകാം. നല്ലത് മാത്രം ചെയ്യാം. നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം. നാളെ സ്വർഗം നേടാം. മർഹബ 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 പാടി മദ്രസ നമ്മെ വിളിക്കുന്നു. മാനവമോചനമാർഗം കാട്ടി മദ്രസ നമ്മെ നയിക്കുന്നു. മദ്രസ നമ്മെ നയിക്കുന്നു. നന്മ പഠിക്കാം, നല്ലവരാകാം. നല്ലത് മാത്രം ചെയ്യാം. നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം. നാളെ സ്വർഗം നേടാം. അറിവിൻ വാടിയിലെത്താം, അക്ഷരമധുരം നുകരാം. അറിവിൻ വാടിയിലെത്താം, അക്ഷരമധുരം നുകരാം. അഹദാം റബ്ബിൻ പേര് മൊഴിഞ്ഞ് അറിവിൻ ബാബ് തുറക്കാം. അറിവിൻ ബാബ് തുറക്കാം. മർഹബ 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 പാടി മദ്രസ നമ്മെ വിളിക്കുന്നു. മാനവമോചനമാർഗം കാട്ടി മദ്രസ നമ്മെ നയിക്കുന്നു. മദ്രസ നമ്മെ നയിക്കുന്നു. നന്മ പഠിക്കാം, നല്ലവരാകാം. നല്ലത് മാത്രം ചെയ്യാം. നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം. നാളെ സ്വർഗം നേടാം.
കലിമ ഷഹാദയും അറിയാം, ഖുർആൻ പാതയിൽ വളരാം. കലിമ ഷഹാദയും അറിയാം, ഖുർആൻ പാതയിൽ വളരാം. കാരുണ്യത്തിൻ പാഠമറിഞ്ഞ് കർമ്മപഥത്തിൽ നീങ്ങാം, കർമ്മപഥത്തിൽ നീങ്ങാം. മർഹബ 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 പാടി മദ്രസ നമ്മെ വിളിക്കുന്നു, മാനവമോചനമാർഗം കാട്ടി മദ്രസ നമ്മെ നയിക്കുന്നു, മദ്രസ നമ്മെ നയിക്കുന്നു. നന്മ പഠിക്കാം, നല്ലവരാകാം, നല്ലത് മാത്രം ചെയ്യാം. നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം, നാളെ സ്വർഗം നേടാം. പൂർവിക ചരിതം കേൾക്കാം, പുതുചരിതങ്ങൾ രചിക്കാം. പൂർവിക ചരിതം കേൾക്കാം, പുതുചരിതങ്ങൾ രചിക്കാം. പുണ്യം നിറയും ജീവിതമാകാൻ പാഠം പലത് പഠിക്കാം, പാഠം പലത് പഠിക്കാം. മർഹബ 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 പാടി മദ്രസ നമ്മെ വിളിക്കുന്നു, മാനവമോചനമാർഗം കാട്ടി മദ്രസ നമ്മെ നയിക്കുന്നു, മദ്രസ നമ്മെ നയിക്കുന്നു. നന്മ പഠിക്കാം, നല്ലവരാകാം, നല്ലത് മാത്രം ചെയ്യാം. നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം, നാളെ സ്വർഗം നേടാം. നന്മ പഠിക്കാം, നല്ലവരാകാം, നല്ലത് മാത്രം ചെയ്യാം. നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം, നാളെ സ്വർഗം നേടാം, നാളെ സ്വർഗം നേടാം. അൽഹംദുലില്ലാ, ഈ ഒരു വർഷത്തെ പ്രവേശനോദ്ഘാടന ഗാനത്തിൻ്റെ ലോഞ്ചിങ് ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ കുട്ടികളുടെ നാവുകളിൽ തത്തിക്കളിക്കുന്ന മനോഹരമായ വരികളായി അത് നിലനിൽക്കും. പ്രവേശനോദ്ഘാടന ദിവസം മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൽ നിന്ന് ലഭിച്ച ഒരു വെളിച്ചം ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ ജീവിതത്തിലുണ്ടാകും. അത് കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും പകരും. സൗഹാർദ്ദത്തിൻ്റെ ഒരു പുതിയ നാളുകൾ നമ്മുടെ നാട്ടിൽ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. അതിന് മദ്രസ സംവിധാനം കൊണ്ട് സാധിക്കുമെന്നതിന് കാലത്തിൻ്റെ ഒരു തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തരം സംവിധാനങ്ങളെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിന് എല്ലാവരും കൂടെ ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ ഒരു ലോഞ്ചിങ് നിർവഹിച്ച വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഷാദ് സലഫിക്കും അതുപോലെ തന്നെ ഗാന രചയിതാവ് ബഹുമാന്യനായ ഷെരീഫ് കാര അവറുകൾക്കും അതോടൊപ്പം ഗാനം ആലപിച്ച് നമുക്കെല്ലാം മനസ്സിന് കുളിരു പകർന്നു തന്ന ഹാരിസ് ബിൻ ജമാലിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും കൊച്ചു കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.